ടോട്ടൽ 1 വീക്കായിരുന്നു കേട്ടോ ഞങ്ങൾ കൊറിയയിലുണ്ടായിരുന്നത്. അതിൽ 4 ഡേയ്സ് ഞങ്ങൾ സിയോളിലാണ് സ്റ്റേ ചെയ്തത്. ഇന്ന് ഞങ്ങളുടെ സിയോളിലെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഇവിടുന്ന് നേരെ ബുസാനിക്കാണ് കേട്ടോ പോകുന്നത്. എന്തായാലും നമ്മുടെ ലാസ്റ്റ് ഡേ ഞങ്ങൾ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഫുഡ് മാർക്കറ്റിൽ എത്തിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫുഡ് കൗണ്ടറൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മളൊരു ഷോപ്പ് നോക്കിയിട്ട് കയറിയിരുന്നു. നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് തന്നത് നമ്മുടെ ഫ്രണ്ടായിരുന്നു. ചെങ്ങായി എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുള്ളത് ഒരു പിടിയില്ലാതെ കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും ഫുഡ് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ മനസ്സിലായി ആ ഷോപ്പിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഫുഡും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഇതിനും അത്യാവശ്യം ഡിഫറെൻറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഒന്നും ബാക്കിയായില്ല, എല്ലാം അകത്താക്കി. കൊറിയയിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ കൊറിയൻ ഫുഡ് മാർക്കറ്റ് എന്തായാലും പോകണം. ഡിഫറെൻറ്റ് ടേസ്റ്റ് ആട്ടോ ഓരോ ഫുഡും. എന്തായാലും നമ്മുടെ ഷോപ്പിൽ ഫുഡൊക്കെ ഒരുവിധം വാങ്ങിച്ചത് കൊണ്ട് അമ്മച്ചി നല്ല ഹാപ്പി ആയിരുന്നു. വയറ് നല്ലോണം അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു കഫേക്ക് പോയി കേട്ടോ. കഫേയിൽ കയറിയതിൻ്റെ മെയിൻ ഉദ്ദേശം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. വയറ് അത്രയും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ഹോട്ടലിൽ നിന്ന് ബാഗ് കൊടുത്തിട്ട് നേരെ ബുസാനിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബുസാൻ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ബൈ.